വരുന്ന 12-നല്ലേ ഞാൻ ഡേറ്റ് ഇട്ട്? 12-ന്. എന്താ ഒന്ന് വരാൻ കാരണം? എനിക്ക് ചെറിയൊരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാ. ആ ആ ഹലോ, മനോൻ ഡോക്ടർ അല്ലേ? അതെ. ഞാൻ ഡ്യൂട്ടിയിലാണ്. സാർ എവിടെയുള്ളത്? ഞാൻ തിരുവനന്തപുരമുണ്ട്. തിരുവനന്തപുരം? എനിക്ക് കാലിനൊരു കുഴിനകത്തിൻ്റെ പ്രശ്നം. സാറിനെന്താ കുഴിനകം? ഞാൻ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് അങ്ങോട്ട് വരണം, ഇത്രയും കിലോമീറ്റർ കുഴിനകം നോക്കാൻ അല്ലേ? സാറിനെന്താ ഭ്രാന്താ? അല്ല, അത് പിന്നെ അവിടെ ഒരു കളക്ടറെ കുഴിനകം നോക്കാൻ പോയി പറഞ്ഞതാ. ഇയാൾക്കൊക്കെ എന്താന്ന് ഭ്രാന്തോ? ഞാനും ഇതുപോലെ സർക്കാർ ജീവനക്കാരനാണ്. അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്താ സംശയം എന്ന് പറഞ്ഞില്ല? 12-ാം തീയതിയല്ലേ സർജറി വരുന്ന മോൻ്റെത്? അതെ അതെ. അപ്പോൾ എനിക്കും കൂടെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? അയ്യേ, അങ്ങനെ ഒരാൾക്ക് പുറത്തുനിന്ന് വന്ന് നിൽക്കാൻ പറ്റില്ല. എന്നാ തിയേറ്ററിൽ സ്ഥലം ഉണ്ടാവുമല്ലോ, ഞാനും കൂടെ ഒന്ന് അവിടെ. അയ്യേ, നിങ്ങൾക്കൊന്നും നിൽക്കാൻ പറ്റില്ല. എന്നാ പുറത്തുനിന്ന് ഒരാൾ കൊണ്ടുവരാം. ഓ, നിങ്ങൾക്ക് എന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലായില്ലേ? പുറത്തുനിന്ന് ഒരാളെ ആടെ അലൗഡല്ല. പിന്നെ എന്താ പുറത്തുനിന്ന് തന്നെ ആളെ വെക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ വെച്ചാൽ എൻ്റെ മോനെ കാലിനാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അതെ, കാലിനാണ്. അപ്പം മാന്യമായ രീതിയിൽ ഇപ്പം നല്ല സംസാരിക്കുന്നൊക്കെ ഉള്ളൊരു കൊച്ചാണ്. ഇപ്പൊ കാലിന്റെ മാറിയിട്ട് നാവിന് ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ. 10-30 വർഷമായി ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നു. ഇന്ന് വരെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല. ഒരു കൊല്ലായ ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത്. അബദ്ധം പറ്റുന്ന ഒരു പേടി കൊണ്ടാണ്. അതൊരു കുഴപ്പമുണ്ടാവില്ല. ഓൻ്റെ കാലിന് തന്നെ ഓപ്പറേഷൻ ചെയ്യും. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, ഒരബദ്ധവും പറ്റില്ല. പിന്നെ ധൈര്യത്തോടെ ഞാൻ പോയി. ഓക്കെ, ധൈര്യമായിട്ട്. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഒരു വിലപ്പെട്ട ജീവൻ പൊലിഞ്ഞു പോകാൻ. അത് ഡോക്ടറായാലും റോഡിലെ ഡ്രൈവറായാലും ശരി, ജീവൻ വളരെ വിലപ്പെട്ടതാണ്.